നമ്മൾ ഡൽഹിയിൽ ചെന്നത് ഒരു വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളുടെ ഇക്കയുടെ ഫ്രണ്ട് നമ്മളെ കൂട്ടാനായിട്ട് എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്രണ്ടും ഫാമിലിയും താമസിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത്. അതിനുശേഷം നമ്മൾ രാവിലെ കുളിച്ച് ഫ്രഷ് ആയിട്ട് മോൻ്റെ പേപ്പർ വെരിഫിക്കേഷനായിട്ടാണ് കേട്ടോ പോണത്. നമുക്ക് ടൈം പറഞ്ഞിരുന്നത് 10:30-ക്കാണ്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് 10:30 ആയപ്പോഴത്തേക്കും അവിടെ എത്തി കേട്ടോ. ഞാനും അവിടുത്തെ കുട്ടിയും കൂടെ കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കൂടിയിട്ടാണ് വന്നത്. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യണം. അവൻ്റെ പേപ്പർ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുന്നത് ഇന്ത്യ ഗേറ്റ് കാണാനായിട്ടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെന്ന ഓഫീസിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഇന്ത്യ ഗേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തെ പാക്കേജിൽ നമുക്ക് ഇന്ത്യ ഗേറ്റ് ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം അതിലേക്ക് നടന്നു കേട്ടോ. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു തന്നെ. നമുക്കിപ്പോൾ തന്നെ റിട്ടേൺ തിരിച്ച് പോരണം. കാരണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫ്ലൈറ്റിലിരുന്നിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അതിലേ നടന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു പാസേജാണ് കേട്ടോ ഇത്. അവിടെ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ എത്തി കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ റിട്ടേൺ പോന്നു. അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ നിറച്ച് ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പല രീതിയിൽ പോസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളത് നോക്കി കുറച്ച് ടൈം നിന്നു. അങ്ങനെ ഞാനും ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ അടിയിലായിട്ട് നിറച്ച് ഫോഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ റിട്ടേൺ പോരാനായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഇവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കുറച്ചധികം സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ നിന്ന് നേരെ റിട്ടേൺ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇനി നമുക്ക് വൈകുന്നേരം നമ്മൾ സരോജിനി മാർക്കറ്റ് വരെ പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സരോജിനി മാർക്കറ്റിലേക്ക് പോകണമെന്ന് കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ. അത് നമ്മുടെ പാക്കേജിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വൈകുന്നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ അവിടെ കാണാനുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് സമയം മാത്രമേ നിന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇവിടെ വരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിട്ടേൺ പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ.